ഹായ്, ഞാൻ ഒരു ഡ്രൈവറാണ്. എനിക്ക് ഒരു സൂപ്പർ റേസ് വണ്ടി ഉണ്ട്. ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇത് എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ആരെങ്കിലും അറിയിക്കണമെന്ന് ഉള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഇത് അറിയുന്നവര് അടുത്ത് അറിയാവുന്നവർക്ക് ഇത് പാസ് ചെയ്ത് കൊടുക്കണമെന്നാണ് എന്റെ അപേക്ഷ. കാരണം ഇത് എന്റെ ഒരു സംശയമാണ്. അത് നിങ്ങൾക്കും അത് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കേട്ടിട്ട് നിങ്ങളത് തീരുമാനിക്കുക. കാരണം നമ്മുടെ ഈ വണ്ടി ഇന്ന് നാട്ടിൽ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും ഇട്ട് ഓടിയാൽ ഒരു രക്ഷയുമില്ല. ഓട്ടങ്ങളൊക്കെ വളരെ കുറഞ്ഞു. പിന്നെ ടാക്സ് അടയ്ക്കാൻ പോയാൽ ക്ഷേമനിധി അടച്ചാലേ ടാക്സ് സ്വീകരിക്കുകയുള്ളൂ. ക്ഷേമനിധിയും ടാക്സും കൂടെ എന്റെ ഈ വണ്ടിക്ക് 6000 രൂപ വേണം. ഇൻഷുറൻസ് ഈ വണ്ടിക്ക് 22,000 രൂപ. ഈ ക്ഷേമനിധി ഇല്ലായിരുന്നെങ്കിലും 10,000-3000 രൂപ നമുക്ക് ലാഭിക്കാം. കാരണം ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടി പാവപ്പെട്ടവരുടെ സർക്കാർ അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സഖാവ് അച്യുതാനന്ദൻ നമുക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ക്ഷേമനിധി അടയ്ക്കുന്ന പൈസ നിങ്ങൾക്കോ എനിക്കോ കിട്ടുന്നുണ്ടോ? എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോ ഇത് എന്തിനാണ് നമ്മളെ ഈ പാവപ്പെട്ടവൻ ചത്തു കിടന്ന് വണ്ടി ഓടിയ പൈസ കൊണ്ടുവന്ന് ഈ സർക്കാരിന് ചുമ്മാ കൊടുക്കണം? നമ്മളല്ലാതെ ടാക്സ് അടയ്ക്കുന്നില്ലേ? ടാക്സ് പോരെ? മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നില്ലേ? ടെസ്റ്റിംഗ് ഫീസ്, ഇൻഷുറൻസ് 22,000 രൂപയാണ് ഒരു വർഷം. എങ്ങനെ ഓടി മുതലാക്കും? പറ്റില്ല. അത് ഈ സൂപ്പർവൈസ് വണ്ടി എന്നല്ല, ഒരു കാറായിരുന്നാലും ഇന്നത്തെ ഒരു ലോറി ആയിരുന്നാലും ഒരു ടിപ്പറായിരുന്നാലും ഇന്ന് മൊത്തത്തിൽ ഓട്ടങ്ങൾ ഡിമ്മായി നിൽക്കുന്ന സമയമാണ്. പോട്ടെ, അതിന് പുറമെ നമ്മളെ വണ്ടി ഒന്നാമതേ വലിവില്ല. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പോ ഒരു നിയമം കൊണ്ടുവന്ന് നമ്മളെ ഈ ചെറിയ വണ്ടിക്കും സ്പീഡ് ഗവർണർ വേണം. 7,000 രൂപ വേണം. ഇതിലെന്തോന്ന് സ്പീഡിൽ നമ്മൾ എവിടെ പോവാനാണ്? നിങ്ങൾക്കറിയാമല്ലോ. വയ്ക്കണം സ്പീഡ് ഗവർണർ. ഏതിനെന്നറിയാമോ? പൾസർ ബൈക്ക്, ചെത്ത് പയ്യന്മാര് പോകുന്ന സ്പീഡിൽ പോകുന്ന ബൈക്കില്ലേ, അതിനൊക്കെയാണ് സ്പീഡ് ഗവർണർ വെച്ച്. ഇതൊന്നും 40-നപ്പുറം പോകാൻ പാടില്ല, അല്ലെങ്കിൽ 60-നപ്പുറം പോകില്ല. നമ്മളെ വണ്ടി ഒന്നാമതേ തേരി നേരെ കയറൂല. അതിന്റെ ഇടയ്ക്ക് സ്പീഡ് ഗവർണറും കൂടെ വെച്ചാലോ? അപ്പൊ ഇതെന്തോന്ന് ന്യായം? വണ്ടിപ്പണി തെണ്ടിപ്പണിയാണ്. അത് നമുക്ക് പണ്ടേ അറിയാന്നുള്ള കാര്യമാണ്. അപ്പോ ഞാനിപ്പോ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഈ ക്ഷേമനിധി അടച്ചാലേ ടാക്സ് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പാവപ്പെട്ട നമ്മളെ പോലെയുള്ള ഡ്രൈവർമാരെ പള്ളക്കടിക്കുന്ന കേസാണ്. മാസം CC, വർഷാവർഷം ഇൻഷുറൻസ്, ടാക്സ്, ക്ഷേമനിധി, ടെസ്റ്റ്, പെയിന്റിങ്, മറ്റത് മറിച്ചതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് 60,000 രൂപ ഒരു വർഷം വേണം. ഇവിടെ എന്തോന്ന് ഓട്ടം ഇരിക്കുന്നു? ഒന്നാമത് ഈ പൈസ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് ആകപ്പാട് അങ്കലാപ്പിലായി. മാസമുള്ള CC തന്നെ നേരെ അടയ്ക്കാൻ നിവർത്തിയില്ല. അപ്പോ ഞാനിതിപ്പോ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ പോലെയുള്ള ഈ ചെറിയ വണ്ടിക്കാർക്ക് ഈ സ്പീഡ് ഗവർണർ വേണോ? പിന്നെ ഈ ക്ഷേമനിധി എന്ന് പറയുന്ന സംഭവം ആവശ്യമുള്ളവർ അടച്ചോട്ടെ. എല്ലാരെയും നിർബന്ധിച്ച് അടയ്ക്കേണ്ട കാര്യമുണ്ടോ ഈ സർക്കാരിന്? അതാണ് എന്റെ ഒരു ചോദ്യം. താല്പര്യമുള്ളവര് അടയ്ക്കാം, താല്പര്യമില്ലാത്തവർക്ക് ടാക്സ് മാത്രം അടയ്ക്കാം. അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും കയ്യിൽ നിന്ന് അടുത്ത ഫോണിലേക്ക് പോയി ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ ഇത് പെടുമോ എന്നറിയാനാണ് ഞാനിതിപ്പോ ഒറ്റയ്ക്ക് വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്തത്. നിങ്ങൾ ഇത് കാണുന്നത് ഏതെങ്കിലും ഒരു ഡ്രൈവർ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയെന്നാ, ഓക്കെ.